ഹലോ അപ്പോൾ ദേ നമ്മൾ ഇന്നൊരു നൈറ്റ് ഡ്രൈവിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ കുമ്പളത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ എറണാകുളംകാർക്ക് മിക്കവർക്കും തന്നെ അറിയാം ഈ റെസ്റ്റോറൻറ്റ് ഇതാണ് നമ്മുടെ സ്വർഗം. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി അതികഠിനവും ദുർഘടം പിടിച്ചതുമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ആ വരുന്ന വഴി നല്ല ഗട്ടറും കാര്യങ്ങളുമായിരുന്നു. നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ടാണെങ്കിലും ഭയങ്കര കുടുങ്ങിയാണ് കേട്ടോ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു. ഇന്നൊരു അവധി ദിവസമായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടുത്തെ മെനു ഒക്കെ ദേ ഒരു ബോർഡിലായിട്ട് അവർ പല കളറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഫ്രണ്ട് ഡെസ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മളവിടെ പോയി നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക. അതായത് അവർ നമ്മൾ എന്നിട്ടൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ അവർ വിളിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നമ്പർ കൊടുത്തിട്ടാണ് നമ്മളവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ അവർ ടൈം ആകുമ്പോൾ, അതായത് സീറ്റ് അവൈലബിൾ ആകുമ്പോഴത്തേക്ക് നമ്മളെ വിളിക്കും. അപ്പം നമ്മൾ ആദ്യമേ നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് പേരും നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതേ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ വന്ന് വെയിറ്റ് ചെയ്യണേ. ആലോചിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി അവിടെ ചെറിയൊരു കുൽഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ 2 കുൽഫിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ നമ്മൾ 2 കുൽഫി വാങ്ങിച്ചത്, ഒന്ന് ടെൻഡർ കോക്കനട്ട്, ഒന്ന് ചിക്കൂസ് ആയിരുന്നു. അത് 80 റുപ്പീസ് ആയിരുന്നു വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയത് ഇങ്ങനെ ഈ ഒരു സ്പേസിലായിരുന്നു നമുക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ ഇതൊരു ഒഴിഞ്ഞ കോണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വന്നു. ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വർഗം സ്പെഷ്യൽ ബീഫായിരുന്നു. സ്വർഗം ബീഫായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് അത് തന്നെ വന്നു. ഇവിടെ നിന്ന് പറഞ്ഞ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് അധികം ലാഗില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ വരും കേട്ടോ, അധികം താമസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ചൂടുവെള്ളമൊക്കെ അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ചിക്കൻ വറുത്തരച്ചതായിരുന്നു. അപ്പോൾ ചിക്കൻ വറുത്തരച്ചത് വന്നു. പിന്നെ ചിക്കൻ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ റോസ്റ്റ് അതിനകത്ത് കാഷ്യൂനട്ടും അതുപോലെ തന്നെ എന്തോ ബട്ടറാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു വൈറ്റ് കളർ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ 3 കറികളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഫുഡ് വരുന്നതിന് മുന്നേ തന്നെ, അതായത് നമ്മൾ അപ്പമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ വരുന്നതിന് മുന്നേ തന്നെ വിശപ്പ് കാരണം നമ്മൾ ചിക്കൻ കറിയൊക്കെ ഓരോ പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ഞാനപ്പോൾ ഫസ്റ്റ് ഞാൻ കഴിച്ച ചിക്കൻ റോസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഇതുവരെ കഴിച്ച ചിക്കൻ റോസ്റ്റിനേക്കാളും ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. ഇത് കാണാനാണെങ്കിലും അതുപോലെ തന്നെ ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചിക്കൻ റോസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ അതിനൂടെ പറഞ്ഞത് ഒരു നൂൽപുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അല്ലാതെ സാധാരണ പുട്ട് പറഞ്ഞിട്ടുണ്ട്, അരിപ്പുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പത്തിരി, അതുപോലെ വെള്ളയപ്പം, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നൂൽപുട്ടും നമുക്ക് ആ പുട്ടിൻ്റെ ഷേപ്പിൽ തന്നെയാണ് കേട്ടോ വന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് നൂൽപുട്ടിൻ്റെ കുറച്ച് പീസ് എടുത്ത് എൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വറുത്തരച്ച കോഴിക്കറിയാണ് എടുത്തത്. അപ്പോൾ അത് ആദ്യമേ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വെച്ചു. നല്ല ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ, ഫ്രഷായിട്ട് നല്ല ചൂടോടുകൂടി തന്നെയാണ് നമുക്ക് നൂൽപുട്ട് കിട്ടിയത്. അപ്പോൾ നൂൽപുട്ട് കഴിച്ച് നോക്കി, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് വറുത്തരച്ച കോഴിക്കറിയും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുപോലൊരു ചിക്കൻ റോസ്റ്റ് ആദ്യമായിട്ടാണ് ഇവിടുന്ന് കഴിക്കുന്നത്. ഞാൻ പത്തിരി എടുത്തിട്ടുണ്ടായിരുന്നു. പത്തിരി ഞാൻ സാധാരണ അങ്ങനെ കഴിക്കാറില്ലാത്തതാണ്, എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതാണ്. പക്ഷേ ഈ ചിക്കൻ കറി കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നവർ ഈ ചിക്കൻ റോസ്റ്റ് കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരി കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെള്ളയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അരിമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന വെള്ളയപ്പം ഉണ്ടല്ലോ, അപ്പോൾ അതായിരുന്നു നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളയപ്പം നല്ല ചൂടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു. അത് ഞാൻ ആ ചിക്കൻ കറി കൂട്ടി ഒന്ന് കഴിച്ച് നോക്കി, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ബീഫ് ഞാൻ കഴിക്കാറില്ല, സോ കഴിച്ചവർ പറഞ്ഞത് അടിപൊളിയായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ 3 സംഭവം വിജയിച്ചു. അപ്പോൾ ചിക്കൻ റോസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് തന്നെ അതാണ് ആദ്യമേ തീർന്നതും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്ലേറ്റും കൂടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സിനമൺ ബ്ലാക്ക് ടീ ആണ് പറഞ്ഞത് കേട്ടോ. അവിടെ ലൈം ടീ നമ്മൾ ചോദിച്ചിരുന്നു, പക്ഷെ അത് ഉണ്ടായിരുന്നില്ല. സിനമൺ ബ്ലാക്ക് ടീ ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത് കുടിച്ചു. പിന്നെ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലേറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അകത്ത് പോയി ഇങ്ങനെ സ്വർഗം എഴുതിയ ഒരു സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ആ ഒരു സ്റ്റേജ് പോലെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ അതിൻ്റെ പുറത്ത് തന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഊഞ്ഞാലിൽ ഇരുന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ നൈറ്റ് ഡ്രൈവ് ഇവിടെ കഴിയുകയാണ്.
ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി.